ഹായ് ഗൈസ്. ദിയ കൃഷ്ണൻ്റെ ബിസിനസ്സുപരമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അത് സത്യമാണോ എന്നുള്ളത് നമുക്ക് ഒന്ന് പരിശോധിച്ച് നോക്കാം. ദിയ കൃഷ്ണ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് ഒരു 3 പെൺകുട്ടികളെ ബിസിനസ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇവർക്ക് ഒബയോസി എന്ന് പറയുന്ന ഒരു ഓർണമെൻറ്റ്സിൻ്റെ സെയിലാണ് ഉണ്ടായിരുന്നത്. അത് ഇൻസ്റ്റഗ്രാമിലും അതുപോലെ ഓൺലൈൻ വഴിയൊക്കെ വിൽപ്പന നടത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനിടെയായിരുന്നു പെട്ടെന്ന് ദിയ പ്രഗ്നൻ്റ് ആയിട്ട് ഉണ്ടായിരുന്നത്. അപ്പം നോക്കാൻ അവർക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല, അത് ശ്രദ്ധിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം അവർക്ക് കുറച്ച് ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഹോസ്പിറ്റലൈസ്ഡും ഒക്കെ ആയിരുന്നു ദിയ. അതുകൊണ്ട് വിശ്വാസമുള്ള 3 ആൾക്കാരെ ഏൽപ്പിച്ചതായിരുന്നു. അവർ ഇങ്ങനെ പെട്ടെന്ന് ചതിക്കുന്നു. അവർ ഒരിക്കൽ 69 ലക്ഷം രൂപ ദിയൻ്റെ ബിസിനസ് പരമായിട്ട് അവർ തട്ടിയെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കസ്റ്റമർ വന്ന് ആ പ്രൊഡക്റ്റിനെ കുറിച്ചും അതുപോലെ അവർക്ക് സെയിൽ ചെയ്ത ഒരു സംഭവം കുറിച്ചും ചർച്ച ചെയ്തപ്പോഴാണ് ദിയ ഇങ്ങനെ ഒരു ചതി നടന്നിട്ടുണ്ട് എന്നുള്ളതും ഒക്കെ മനസ്സിലാക്കിയെടുക്കുന്നത്. അങ്ങനെയാണ് അക്കൗണ്ട്സും ഒക്കെ പരിശോധിക്കുമ്പോഴാണ് ദിയാക്ക് മനസ്സിലായത് ഇങ്ങനെ ഒരു വലിയൊരു ചതി നടന്നിട്ടുണ്ടെന്ന്. അപ്പോൾ അവർ അതിൻ്റെ കൂടെ വിശദീകരിക്കുന്നുണ്ട്. കസ്റ്റമർ എന്നാൽ ഇതുപോലെ പ്രൊഡക്റ്റ് എടുത്താൽ അവർ QR കോഡ് ചോദിക്കുന്ന സമയത്ത് അവർ അവിടുത്തെ കമ്പനീൻ്റെ QR കോഡ് കൊടുക്കാതെ അവിടുത്തെ സ്റ്റാഫിൻ്റെ QR കോഡ് കൊടുത്തിട്ട് ഡയറക്റ്റ് അവർക്ക് പൈസ വരുന്ന രീതിയിലാണ് അവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ പൈസ അങ്ങനെ ചെയ്യുന്ന സമയത്ത് അവർക്കാണല്ലോ ഡയറക്റ്റ് പോവുക, അവിടുത്തെ കസ്റ്റമർക്കാണ് ഡയറക്റ്റ് ക്യാഷ് പോകുക. അപ്പോൾ അവർ എന്ത് ചെയ്യും, 3 ആളും കൂടി വീതിച്ചെടുക്കാറാണ് പതിവെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിൽ 8 ലക്ഷം രൂപയോ മറ്റോ തിരിച്ചു കൊടുത്തെന്നും പറയുന്നുണ്ട്. അപ്പോൾ അതിൽ ഒരാൾ വീട് വെച്ച് എന്നൊക്കെ പറയുന്നത് കേൾക്കുന്നുണ്ട്. എത്രമാത്രം ശരിയുണ്ടെന്ന് അറിയില്ല. പക്ഷേ എങ്കിൽ കൂടി ഈ ഇത്രയും വലിയൊരു എമൗണ്ട് തട്ടിയെടുക്കാൻ എന്തൊരു ധൈര്യമായിരിക്കണമല്ലേ അവർക്ക്. വല്ലാത്തൊരു ഐഡിയായിപ്പോയി ദിയക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇപ്പോൾ അഹാന 3 എണ്ണത്തിൻ്റെ പൊക്കി ഫ്ലാറ്റിൽ കൊണ്ടുവന്നിട്ട് ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഒരു വീഡിയോയും കൂടി ഇതിൻ്റെ കൂടെയുണ്ട്. ഞാൻ ഇതിൻ്റെ കൂടെ കാണിക്കാം. പിന്നെ അതുമായി സംബന്ധിച്ച് കുറച്ച് കാര്യങ്ങൾ ദിയ അവരോട്ട് സംസാരിക്കുന്ന കുറച്ച് വോയിസ് റെക്കോർഡും ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. അപ്പോൾ അവർ ബബ്ബ അടിക്കുന്നതും അവർ കുറ്റം സമ്മതിക്കുന്നതുമായ ഒരു റെക്കോർഡാണ് ഗൈസ്. അതും കൂടി ഇതിൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്യാം. ആദ്യം തന്നെ നമുക്ക് ദിയ അവരോട് സംസാരിക്കുന്ന റെക്കോർഡ് കേൾക്കാം. മാന്യമായ സൈഡ് മാത്രം നിങ്ങൾ കണ്ടോളൂ. എനിക്കൊരു പബ്ലിക് ഇമേജ് ഉള്ളതുകൊണ്ട് ഞാൻ മെയിൻറ്റെയിൻ ചെയ്തതാണ്. നിങ്ങളെക്കാൾ താറ സൈഡ് എനിക്കുണ്ട്. അത് കാണിപ്പിച്ചു. നിങ്ങളെക്കാൾ താറ സൈഡ് എനിക്കുണ്ട്. ചേച്ചി അതല്ലേ ചേച്ചി ഞാൻ പറഞ്ഞത്, ഒരാൾക്ക് 50-നകത്ത് വെച്ച് ഞങ്ങൾ ഷെയർ ചെയ്ത് എടുത്തിട്ടുണ്ടെന്ന്, കിട്ടിയിട്ടുണ്ടെന്ന്. ഇത് മാത്രമുണ്ട് 55,000. അതല്ലാത്ത 1000 ടീഷർട്ട് വേറെ കസ്റ്റമേഴ്സിന് വരാൻ പോകുന്നതേ ഉള്ളൂ. അതും കൂടെ വന്ന് കളക്ട് ചെയ്തിട്ടേ ഞാൻ ഈ വീട്ടിൽ നിന്ന് വട്ടിയൂർക്കാവ് സ്റ്റേഷനിലോട്ട് പോകുന്നുള്ളൂ. അതിന് മുന്നേ നിങ്ങൾ ചാവയോ, നിങ്ങൾ മുമ്പയോ നിങ്ങൾ എന്താന്ന് വെച്ചാൽ എനിക്കറിയാം. നിങ്ങളുടെ 3 പേരുടെ ജീവനോട് നിങ്ങൾ ഉണ്ടെങ്കിൽ കൊലയ്ക്കാൻ ഞാൻ റെഡിയാണ്. ഞാൻ ഗർഭിണി, എന്റെ കോപ്പ് കുറച്ചൊക്കെ തീർന്നു. അതിന് ഉച്ചവരെ മനസ്സിലായില്ലേ? ഇന്ന് ഉച്ചവരെ ഉള്ളൂ എനിക്കത്. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളത് ഞാൻ കാണിച്ചു തരും. നിങ്ങൾ എന്നെ പറ്റിച്ചില്ലേ? അണ്ടർഗ്രൗണ്ട് കൂടെ നിങ്ങൾ എന്നെ പറ്റിച്ചില്ലേ? നാട് മുഴുവൻ അറിയുന്ന പോലെ നിങ്ങളെ ഞാൻ ഒരു പറ്റിക്കാൻ പോവുകയാണ്. ഞാൻ കൂട്ടാൻ പോവുകയാണ്. അതല്ലേ മൊത്തം കുടുംബം ഇറങ്ങിയിരുന്നോ? മണ്ണെണ്ണ എടുത്ത് ഉഴായി ഒഴിച്ചുകൊണ്ടിരുന്നോ? മനസ്സിലായില്ലേ? വളരെ മോശപ്പെട്ട ഒരാളുമായിട്ടാണ് നിങ്ങൾ ഇറങ്ങി തിരിഞ്ഞിരുന്നത് കളിക്കാൻ. വളരെ മോശപ്പെട്ട ആളാണ് നിങ്ങൾ ഇറങ്ങി. മനസ്സിലായില്ലേ? ഒരു പെണ്ണായ ഞാനൊന്ന് പറഞ്ഞിട്ട് തന്നെ പഴ തിരികൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ. കേട്ടാ സോറി ചേച്ചി. എഴുതി വെച്ചോ. യൂട്യൂബ് ചാനലിലൂടെയും പോലീസ് സ്റ്റേഷനിലൂടെ നിങ്ങളെ ഞാൻ ഫ്യൂച്ചർ കൊല്ലം. യൂട്യൂബിലൂടെ നിങ്ങളുടെ ഫുൾ ഇമേജ് ഞാൻ കുറച്ചു. നിങ്ങൾക്ക് ലോകത്തെവിടെയും പോകാൻ പറ്റാത്ത രീതിയിൽ ഞാൻ ആക്കും. മനസ്സിലായല്ലോ? ലൈഫിൽ നിങ്ങളാരും വാട്സാപ്പിൽ ഈ പ്രൊഫൈൽ പിക്ചർ ഇടൂല. അത് ഇന്ന് നിങ്ങൾ നിർത്തും. ഇന്നത്തോടെ നിങ്ങളുടെ അവസാനത്തെ പ്രൊഫൈൽ റിമൂവിംഗ് ആണ്. ഇന്നത്തോടെ ആൾക്കാരെ മുഖം കാണിക്കാൻ പറ്റാതെ നിങ്ങൾ ജീവിക്കും. മനസ്സിലായല്ലോ? നിങ്ങളെ കാരണം കുറെ കാലം ഞാൻ അനുഭവിച്ചു. അതൊക്കെ നിങ്ങളുടെ മുമ്പിൽ ഞാൻ കെഞ്ചി ഞാൻ പറഞ്ഞു. ഞാൻ അത്ര അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഇങ്ങനെ മിസ്റ്റേക്സ് കാണിക്കല്ലേ, പ്ലീസ് എന്ന് ഞാൻ പറഞ്ഞു. നിങ്ങളോട് കോമഡി പറഞ്ഞു നോക്കി. നിങ്ങൾ അനിയത്തിമാരെ പോലെ കണ്ടു നോക്കി. ഞാൻ അങ്ങോട്ട് സോറി പറഞ്ഞു നോക്കി. ഞാൻ ചെയ്തിട്ട് എന്നോട് നിങ്ങൾ ചെയ്ത് എന്താണ്? നിങ്ങൾ എന്താ എന്നോട് ചെയ്ത്? പിന്നെ ഈ പറഞ്ഞ കസ്റ്റമർ, ഇപ്പൊ ദിവ്യക്ക് അയച്ചിരിക്കുന്ന കസ്റ്റമർ, അവരെനിക്ക് മൊഴി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കാര്യം അവരുടെ എനിക്ക് തരുന്നു എന്നുള്ള വിശ്വാസത്തിലാണ് ഈ പൈസ തന്നിരിക്കുന്നത്. അവരുടെ എല്ലാ പാർസൽസും ഞാൻ അറിയാതെ ഓഫീസിൽ നിന്ന് സ്റ്റോക്ക് പോയിരിക്കുകയാണ്. തന്റെ അച്ഛൻ എടുത്ത സ്റ്റോക്കാണോ ദിവ്യ? അത് തന്റെ അച്ഛൻ മൈസൂരിൽ പോയിട്ട് ഉണ്ടാക്കിയ സ്റ്റോക്കാണോ അത്? ദിവ്യ
ആ ട്രെയിൻ കയറി മൈസൂർ പോയി എടുത്ത സ്റ്റോക്ക് ആണോ അത്? അല്ല ചേച്ചി, അല്ല, പിന്നെ ആരോട് ചോദിച്ചിട്ട് അത് വിറ്റത്? അത് ആരോട് ചോദിച്ചിട്ട് ഇതിന്റെ വിറ്റു? 55,000 രൂപയുടെ സ്റ്റോക്ക് ആരോട് ചോദിച്ചിട്ട് ആ കസ്റ്റമറിന് വിറ്റു? എന്നോട് ചോദിച്ചോ? അശ്വിനോട് ചോദിച്ചോ? ഇനി അഹാന കൈയോടെ 3 പേരെയും പൊക്കി അവർ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഗൈസ്. നമുക്ക് നോക്കാം. ആരാണ് സ്റ്റാർട്ട് ചെയ്തത്? നിങ്ങൾ മൊബൈലിൽ തരുന്നു. അല്ല, പുള്ളിക്ക് ഇത് വേസ്റ്റാണ്. ഇവർ ഒരാൾ പോലും സത്യം പറയുന്നില്ല. ഞാൻ ഇപ്പൊ ഒറ്റക്കെട്ടാകുമ്പോ ഒരുമിച്ച് പോകാമല്ലോ, കൂട്ട് കാണും. ഒരു സെക്കൻഡ്, ഇത് ആരാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്തത്? വിനിതയാണ് ആദ്യം വന്നത്. എത്ര നാൾ മുമ്പാണ് ഇത് ആദ്യം വെച്ചത്? ആ ടൈം ലൈൻ പറയും. ഒരു പ്രാവശ്യം സത്യം പോകാനാണ് മനസ്സിലായത്. നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തൂടെ? സത്യം പറഞ്ഞാൽ നമുക്കിത് ക്ലീൻ ആയിട്ട് ഡീൽ ചെയ്യാം. അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ ഈ ചോദിക്കുന്നത് പോലെ പോലീസായിരിക്കും വന്ന് ചോദിക്കുന്നത്. വല്ല ആവശ്യമുണ്ടോ അതിന്റെയൊക്കെ? നമുക്ക് ആഗ്രഹമില്ല, എനിക്ക് ഒരിടത്ത് പോകണമെന്നില്ല. കാരണം നമുക്ക് അതിനുള്ള സമയമില്ല, സാവകാശമില്ല. പക്ഷെ ചെയ്തേ പറ്റൂന്ന് വെച്ചാൽ നമുക്ക് വേറെ വഴിയില്ല. കാരണം ഇത് അവള് തമാശയ്ക്ക് ചെയ്യുന്ന ബിസിനസ് അല്ല, ഇത് അവളുടെ ജീവിതത്തിലെ ജോലിയാണ്. പറ, എപ്പോഴാണ് ഇത് ആദ്യമായിട്ട് ചെയ്തത്? എത്ര നാൾ മുമ്പാണ് ആദ്യം ചെയ്തത്? എനിക്കറിയില്ല, പക്ഷെ ഈ കുട്ടി പറഞ്ഞു ഓഗസ്റ്റ്. പണ്ടേ നിങ്ങൾ ഇങ്ങനെ മോഷണം ചെയ്യാം. അയ്യോ, അധികം പാവം കളിക്കില്ലേ? നിങ്ങളുടെ മോഷണത്തിന് പിടിച്ചിട്ടിരിക്കുക. ആ പാവം വിടുക. തെറ്റ് നീ പാളി. ആൾക്കാർ സ്കാനർ അത് ആദ്യം ചെയ്യാൻ ഒരുപാട് പേര് പറഞ്ഞത് ഇവർ പറയുന്ന സ്കാനർ നോക്കാവുന്നില്ല, ക്യാഷ് ആണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത്, അല്ലാന്നുണ്ടെങ്കിൽ ക്യാഷ് ആവുമ്പോൾ അങ്ങനെ എടുക്കുക. അപ്പൊ ആരാണ് അത് ആദ്യം? നിങ്ങളിൽ ഒരാളായിരിക്കുമല്ലോ അത് ആദ്യം പറഞ്ഞത്. അതാരായിരിക്കും ഐഡിയ കൊടുത്തത്? ഞാൻ ഇപ്പൊ ഇവിടെ കണ്ണടച്ച് പറയുന്നത് അവളുടെ മോന്ത കണ്ട് അറിയാലോ. അപ്പൊ നിങ്ങൾ അതൊരിക്കൽ ആദ്യം ചെയ്തു. അപ്പൊ നിങ്ങൾക്ക് ആ കാശ് കിട്ടിയ നിങ്ങൾ 3 പേരും ഈക്വലി ഡിവൈഡ് ചെയ്താണോ എടുത്തത്? എല്ലാ പൈസയും കംപ്ലീറ്റ്ലി ഡിവൈഡ് ചെയ്താണ്. പക്ഷെ രാത്രിയൊന്നും അറിയില്ല. പിന്നെ നിങ്ങൾ എപ്പോഴും റിപ്പീറ്റ് ചെയ്യുന്നത്? നമുക്ക് വേറെ ഒന്നും വേണ്ട, നമുക്ക് ബാങ്ക് സ്റ്റേറ്റ്മെന്റ്. എന്നിട്ട് നിങ്ങൾ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് വീണ്ടും ചെയ്യാൻ പറ്റും. പക്ഷെ അത് ഉടനെ തന്നെയാണോ ചെയ്തത്? എല്ലാം ഉടനെ അടുപ്പിച്ചെടുപ്പിച്ചാന്ന് സത്യം പറയാം. അങ്ങനെ പറയണ്ട, സത്യം പറ. അപ്പൊ ക്യാഷ് ആയിട്ട് വരുന്ന ഫുൾ ടേക്കിംഗ്. അതല്ലേ ഞാൻ അവിടെ വല്ലപ്പോഴും ചെന്നപ്പോഴേക്കും അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഗൈസ്. ബൈ.